കാശ്മീർ എല്ലാവരുടെയും ഒരു ഡ്രീം ഡെസ്റ്റിനേഷനാണ്. എന്നാൽ കാശ്മീർ എന്ന് പറയുന്ന ഒരു സ്ഥലം ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? സത്യനേ, അങ്ങനെ ഒരു സ്ഥലം ഇല്ല. അത് കോമൺ ആയിട്ട് പറയുന്നതാണ്. പല ആളുകളുടെയും ഒരു ധാരണയുണ്ട്, നമ്മൾ ഈ ശ്രീനഗർ എയർപോർട്ടിൽ എത്തിയാൽ ഉടനെ തന്നെ നമ്മൾ പുറത്തിറങ്ങുമ്പോൾ നല്ല മനോഹരമായിട്ടുള്ള വ്യൂ കാണാം അങ്ങനെയൊക്കെ. എന്നാൽ അങ്ങനെയല്ല കേട്ടോ. ശ്രീനഗറിൽ അത്യാവശ്യം കുറേ സാധനങ്ങൾ കാണാനുണ്ട്. പക്ഷേ പഹൽഗാം, ഗുൽമോഗ്, സോൻമാർഗ് ഇതാണ് പ്രധാനപ്പെട്ട കാശ്മീരിലെ 3 ഡെസ്റ്റിനേഷൻ. ഈ ഡെസ്റ്റിനേഷനിലേക്കൊക്കെ എത്തണമെന്നുണ്ടെങ്കിൽ ശ്രീനഗറിൽ നിന്ന് ഏകദേശം ഒരു 2-3 മണിക്കൂറിനുള്ളിൽ യാത്രയുണ്ട്. ഞങ്ങളുടെ 5 ദിവസത്തെ ട്രിപ്പായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ സോൻമാർഗ് ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഈ ശ്രീനഗറിൽ നിന്ന് നമ്മളിപ്പം രണ്ടാമത്തെ ദിവസം പോയ സ്ഥലമാണ് പഹൽഗാം. ഈ പഹൽഗാമിലേക്ക് പോകുമ്പോൾ നമ്മളിപ്പം എവിടേക്ക് പോവുകയാണെന്നുണ്ടെങ്കിലും നിറയെ പട്ടാളക്കാർ റോഡിൽ നമുക്ക് കാണാം. അവരുടെ വണ്ടി പാസ് ചെയ്യുമ്പോൾ നമ്മുടെ വണ്ടി അവിടെ സ്റ്റോപ്പ് ചെയ്യേണ്ടി വരും. അവർ പോയതിന് ശേഷം മാത്രമാണ് നമുക്ക് പിന്നെ മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. എന്ന് കരുതി നമുക്കതൊരു ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ ടൂറിസ്റ്റുകളെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലുള്ള ചെക്കിങ്ങോ അങ്ങനെ ഒന്നും തന്നെ ഇല്ല എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് കേട്ടോ. സത്യത്തിൽ കാശ്മീരിൽ നമ്മൾ പട്ടാളക്കാരെ കാണുമ്പോൾ ഉണ്ടല്ലോ, നമുക്ക് അപ്പം ശരിക്കും ഒരു വലിയൊരു പ്രൗഡ് തോന്നും ഇന്ത്യൻ ആർമിയെക്കുറിച്ച്. കാരണം ഏത് വെയിലത്താണെങ്കിലും മഴയത്തും മഞ്ഞിലും അവരിങ്ങനെ റോഡിൽ തോക്കും പിടിച്ച് നിൽക്കുന്നത് കാണുമ്പോൾ അതൊരു വല്ലാത്തൊരു പ്രൗഡ് ഫീൽ തന്നെയാണ്. എന്തായാലും കാശ്മീരിൻ്റെ അടുത്ത വിശേഷം അടുത്ത വീഡിയോയിൽ പറയാവേ.